അത് $1,00,000 ആണ് നമുക്ക് എന്തായിട്ട് സ്കോളർഷിപ്പ് ആയിട്ട് തരുന്നത്. അപ്പോൾ ആ ചാൻസസ് ഒന്നും ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. ഹായ് ഹലോ. അപ്പോൾ ഈയിടെ ആയിട്ട് കുറച്ചൊക്കെ വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഒരുപാട് വീഡിയോസും കണ്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് വീഡിയോ ചെയ്തു വിടാം ഇൻഷാ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ ഏകദേശം ഇവിടെ UK വരാനുള്ള ചിലവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടവർക്ക് മനസ്സിലാവും. ഫീസിൻ്റെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാട്ടിലെ 16 ലക്ഷം രൂപേൻ്റെ അടുത്ത് അല്ലെങ്കിൽ 16 ലക്ഷം രൂപേൻ്റെ മേലെ വരും. അതായത് 14,450 ഇതിൻ്റെ ഫീസ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ചുരുങ്ങിയ ഫീസാണ് ഇവിടുത്തെ. 14,450 പൗണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒരു ചുരുങ്ങിയ ഫീസാണ്. അപ്പോൾ ഈ ഫീസും പിന്നെ പോരാത്തതിന് റെൻറ്റ് കാര്യങ്ങൾ, ഇവിടുത്തെ ചിലവ്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു മാസം അത്യാവശ്യം ചിലവ് വരും. അല്ലെങ്കിൽ നമ്മുടെ ഒരു കോഴ്സ് തീരുമ്പോഴത്തേന് അത്യാവശ്യം ലക്ഷങ്ങൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് മുടങ്ങും. അപ്പം സ്കോളർഷിപ്പോട് കൂടെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്സ് ഒരുപാടുണ്ട്. അപ്പോൾ അതൊന്നും ആരും അപ്ലൈ ചെയ്യുന്നില്ല, ഞാൻ പോലും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമ്പോൾ അതൊന്നും ചെയ്യാതെ വരിക എന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കാം. അത് അപ്ലൈ ചെയ്തിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ലക്കിന് ഇത്രയും നമുക്ക് നമ്മുടെ എല്ലാ എക്സ്പെൻസും കവർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ കുറച്ച് സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് സ്കോളർഷിപ്പ് UK ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് സ്കോളർഷിപ്പുകളാണ്. ഫസ്റ്റ് ഷിവനിങ് സ്കോളർഷിപ്പാണ്. ഷിവനിങ് സ്കോളർഷിപ്പിൽ മാസ്റ്റേഴ്സ് സ്റ്റുഡൻസിനാണ് ഈ സ്കോളർഷിപ്പ് ഉള്ളത്. ഫുൾ ട്യൂഷൻ ഫീസ് ഇതിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മന്ത്ലി സ്റ്റൈപ്പൻ്റ് ആയിട്ട് 1,100 to 1,300 പൗണ്ട് വരെ കൊടുക്കുന്നുണ്ട്. അതായത് നാട്ടിലെ ഒരു 1.5 ലക്ഷം റുപ്യ അല്ലെങ്കിൽ 1.5 ലക്ഷം റുപ്യ മാസം നമുക്ക് സ്റ്റൈപ്പൻ്റ് ആയിട്ട് ഇങ്ങോട്ട് കിട്ടും. പിന്നെ അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ചിലവും അങ്ങോട്ട് പോകാനുള്ള ചിലവൊക്കെ UK-യിൽ നിന്നും UK-യിലോട്ടും വരുന്നുള്ള ട്രാവൽ എക്സ്പെൻസ് ഒക്കെ ഇതിൽ കവേർഡ് ആണ്. അതേപോലെ തന്നെ വിസ കോസ്റ്റും കവേർഡ് ആണ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഷിവനിങ് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് യൂണിയൻ ആണെന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, സ്കോളർഷിപ്പിനും കൂടെ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഡെഡ് ലൈൻ വരുന്നത് നവംബറിലാണ്. അപ്പോൾ നവംബറിന് മുന്നേ എന്താക്കുക, ചെയ്തു വെക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ രണ്ടാമതായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണർ കൂടിയായിട്ടുള്ള ആംബർ സ്റ്റുഡൻറ്റിന് ഇതിൽ കഴിഞ്ഞ് ഞാൻ വീഡിയോയിൽ ചെയ്തിരുന്നു. അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള അക്കോമഡേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ നല്ല പ്രീമിയം ലെവല്, നല്ല നിങ്ങൾക്ക് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ മുതലാവുന്ന രീതിയിലുള്ള അക്കോമഡേഷനും കാര്യങ്ങളായിരിക്കും അവിടെ നിന്ന് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ആ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ പോയിട്ട് ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. പക്ഷേ ഇപ്പം പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൊടുക്കുന്ന ആംബർ സ്കോളർ എന്ന് പറഞ്ഞിട്ടുള്ള ആംബർ സ്കോളർഷിപ്പ് ഉണ്ട്. ആംബറിൻ്റെ അക്കോമഡേഷൻ ബുക്ക് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുനിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു SOP, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്, നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് എന്തിനാണെന്നുള്ളത് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ റിട്ടേൺ ഫോമോ അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള ഒരു നോട്ട്സോ അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻസോ അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ താഴെയുള്ള ലിങ്കിൽ പോയിട്ട് ഇതെല്ലാം ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഒരാൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കാം, ഈ ഒരു സ്കോളർഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സ്കോളർഷിപ്പ് 12 ലക്ഷത്തിൻ്റെ സ്കോളർഷിപ്പാണ്. 12 ലക്ഷമല്ല, 12,000 പൗണ്ടിൻ്റെ, നാട്ടിൽ ഏകദേശം 13 ലക്ഷത്തിൻ്റെ അടുത്ത് വരും. അപ്പോൾ 12,000 പൗണ്ടിൻ്റെ സ്കോളർഷിപ്പാണ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 6,000 പൗണ്ടും, സെക്കൻഡിന് 4,000 പൗണ്ടും, തേർഡിന് 2,000 പൗണ്ടാണ് കൊടുക്കുന്നത്. ആംബറിൻ്റെ ഈ സ്കോളർഷിപ്പ് ജനുവരി മുതലേ ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് August 16 വരെ ഇത് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഇപ്പോൾ സമയം 2 മാസത്തോളം ഇനിയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് August 16 വരെ ഉണ്ട്. പിന്നെ August 16 ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള August 31 അപ്പോൾ ആർക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് അതിൽ കിട്ടും. അതൊരു ലക്കി ഡ്രോ പോലെയാട്ടോ, അല്ലാതെ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് അത്ര ക്ലിയർ ആവണമെന്നൊന്നുമില്ല. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ക്ലിയർ ആവണം. അതിന് പുറമെ ഇതൊരു ലക്കി ഡ്രോ കൂടിയാണ്. അതേപോലെ തന്നെ വിന്നർ അനൗൺസ്മെൻറ്റ് സെപ്റ്റംബർ 5 ആയിരിക്കും. 2025 സെപ്റ്റംബർ 5 ആയിരിക്കും. അപ്പോൾ അതെല്ലാം നോട്ട് ചെയ്തൊക്കെ ഈ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഥവാ ഇത് വിന്നർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ വിളിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മെയിൽ അയച്ചിട്ടോ നിങ്ങളുടെ കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നു. പിന്നെ അടുത്ത സ്കോളർഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ സ്കോളർഷിപ്പ് ഓഫ് കോമൺവെൽത്ത് സ്കോളർഷിപ്പ് കേട്ടിരുന്നോ? കോമൺവെൽത്ത് സ്കോളർഷിപ്പ് പറഞ്ഞാൽ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന, അപ്പോൾ ഇന്ത്യയൊക്കെ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ പെട്ടതാണ്. അവിടെ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് മാത്രമുള്ള സ്കോളർഷിപ്പാണ്. മാസ്റ്റേഴ്സ് PhD സ്റ്റുഡൻസ് ഫ്രം കോമൺവെൽത്ത് കൺട്രീസ്.
ഇതിലും കവർ ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫുൾ ട്യൂഷൻ ഫീസ് കവർ ചെയ്യുന്നുണ്ട്. മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റ് 1347 പൗണ്ട് മാസം നമുക്ക് തരും. അതായത് 1.5 ലക്ഷം രൂപ മാസം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് കയറിക്കോളും. പിന്നെ അതേപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്, തിസീസ് ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് അതും, പിന്നെ സ്റ്റഡി ട്രാവൽ, അങ്ങനത്തെ എല്ലാ നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡെഡ് ലൈൻ വരുന്നത്, കോമൺവെൽത്ത് സ്കോളർഷിപ്പിൻ്റെ ഡെഡ് ലൈൻ വരുന്നത് ഒക്ടോബർ ഡിസംബറിലൊക്കെ കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തിന് മുമ്പ് എന്താക്കുക, കോമൺവെൽത്ത് സ്കോളർഷിപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ പോയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഗ്രേറ്റ് സ്കോളർഷിപ്പ്, ഇതൊന്നും ആരും കേൾക്കാത്തൊരു സ്കോളർഷിപ്പ് ആയിരിക്കും, അധികം ആൾക്കാരും കേട്ടിട്ടുണ്ടാവില്ല ഈ ഗ്രേറ്റ് സ്കോളർഷിപ്പ് ഒന്നും. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് ഇന്ത്യ, ചൈന, നൈജീരിയ അങ്ങനത്തെ കുറച്ച് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് 10,000 പൗണ്ട് നമ്മുടെ ട്യൂഷൻ ഫീസിലേക്ക്, അതായത് ഒരു 14,000 പൗണ്ടാണ് എൻ്റെ ഫീസ് തന്നിരുന്നെങ്കിൽ അതിൽ 10,000 പൗണ്ട് ഇവരുടെ സ്കോളർഷിപ്പ് കിട്ടുമായിരുന്നു. അപ്പോൾ 4,000 പൗണ്ട് മാത്രം ഞാൻ അടച്ചാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്തെന്ന് പറയുമ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾ കാര്യങ്ങളുണ്ട്. ക്ലാരൻഡൻ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് താല്പര്യമുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടി ആയിരിക്കും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കാംബ്രിഡ്ജ് ഒക്കെ. അപ്പോൾ കാംബ്രിഡ്ജിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്സ്ഫോർഡിൻ്റെതാണ് ക്ലാരൻഡൻ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അതിന് മാസ്റ്റേഴ്സ്, PhD സ്റ്റുഡൻസിനൊക്കെ ഉള്ളത് തന്നെയാണ്. ഫുൾ ട്യൂഷൻ ഫീസ് അതിൽ കവർ ചെയ്യുന്നുണ്ട്. അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിൻ്റെ ട്യൂഷൻ ഫീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു എന്താ പറയുക, നമുക്ക് അഫോർഡബിൾ അല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ട്യൂഷൻ ഫീ അതിൽ കവർ ആവുന്നുണ്ട്. അതേപോലെ തന്നെ ആനുവൽ ലിവിങ് അലവൻസ് എന്ന് പറഞ്ഞിട്ട്, അതായത് വർഷം നമുക്ക് 18,622 പൗണ്ട്, അതായത് 20 ലക്ഷം രൂപ നമുക്കൊരു വർഷത്തിൽ നമുക്കുള്ള ലിവിങ് എക്സ്പെൻസ് ആയിട്ട് തരും. അപ്പോൾ ഇതിൻ്റെ ഡെഡ് ലൈൻ വരുന്നത് ജനുവരിയാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതും കൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അടുത്തത് കാംബ്രിഡ്ജിനെ ഞാൻ പറഞ്ഞു, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു സ്കോളർഷിപ്പാണ് ഗേറ്റ്സ് കാംബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നോൺ UK സ്റ്റുഡൻസിന് മാത്രമുള്ളത്. അതായത് നമ്മൾ നോൺ UK സ്റ്റുഡൻസ് ആണല്ലോ, അപ്പോൾ UK സ്റ്റുഡൻസിന് ഇത് പറ്റില്ല. അപ്പോൾ നോൺ UK സ്റ്റുഡൻസിനുള്ളതാണ്. അതിലും ഫുൾ ട്യൂഷൻ ഫീസ് കവർ ചെയ്യുന്നുണ്ട്. സ്റ്റൈപ്പൻഡ് ആയിട്ട് 20,000 പൗണ്ടാണ് ഒരു വർഷം തരുന്നത്. അതായത് ഓക്സ്ഫോർഡിനെക്കാളും കൂടുതൽ എന്താ പറയുക, ഒരു 2,000 പൗണ്ടും കൂടെ ഇത് തരുന്നുണ്ട്. അതായത് ഒരു 22 ലക്ഷം രൂപ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ 22 ലക്ഷം രൂപയോളം നമുക്കൊരു വർഷം ഇവർ തരുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്, വിസ കോസ്റ്റ്, മറ്റുള്ള എല്ലാ ചിലവുകളും ഇതിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ഒക്ടോബർ ഡിസംബറാണ് ഇതിൻ്റെ ഡെഡ് ലൈൻ. പിന്നെ ഓരോ രാജ്യങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് സ്കോളർഷിപ്പ് ഉണ്ട്. അതും കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ നിർത്താം. ലോങ് ആവുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ലാസ്റ്റ് പറയാൻ പോകുന്ന സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇൻലാക്സ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അത് 1 ലക്ഷം US ഡോളറാണ് നമുക്ക് എന്തായിട്ട് സ്കോളർഷിപ്പായിട്ട് തരുന്നത്. അപ്പോൾ ആ ചാൻസസ് ഒന്നും ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ ഈ വീഡിയോയിൽ ഒരുപാട് സ്കോളർഷിപ്പും കാര്യങ്ങളും ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ആംബർ സ്റ്റുഡൻറ്റിൻ്റെ സ്കോളർഷിപ്പും പറഞ്ഞു. അതൊരിക്കലും മിസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ലക്കി ഡ്രോ ആണ്, ബാക്കിയുള്ള സ്കോളർഷിപ്പുകളും കാര്യങ്ങളും പോലെയല്ല. അപ്പോൾ ഇത് ലക്കി ഡ്രോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി അതിൽ എന്താക്കാൻ നോക്കുക, അപ്ലൈ ചെയ്യാൻ നോക്കുക, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. സെപ്റ്റംബർ 5-നാണ് വിന്നറെ സെലക്ട് ചെയ്യുന്നത്. ഷോർട്ട് ലിസ്റ്റിംഗ് ഓഗസ്റ്റ് 31-നുണ്ട്. അതേപോലെ തന്നെ ഓഗസ്റ്റ് 16-നാണ് ഇതിൻ്റെ ഡെഡ് ലൈൻ. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്ത് വെക്കുക. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിലുള്ള ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കോൺടാക്ട് ചെയ്തോളും. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്. വെച്ചാൽ UK വരുന്ന സമയത്ത് ഒരുപാട് ചിലവുകളും കാര്യങ്ങളും നമ്മൾ മുമ്പിൽ കാണേണ്ടതുണ്ട്. അത് ലക്ഷങ്ങളാണ് കാണേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടി പഠിക്കാൻ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക സ്കീമാണ്. അങ്ങനെ സ്കോളർഷിപ്പ് കിട്ടി വരുമ്പോൾ ഉള്ളൊരു സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ചിലവ് നമ്മുടെ അവിടെ എന്തായിരിക്കും, ബാലൻസ് ആയി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് പരമാവധി ട്രൈ ചെയ്യുക. ഈ ചാൻസ് ഒന്നും മിസ് ചെയ്യാതിരിക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.